കേൾക്കുന്നില്ല. ക്ലാസ് തുടങ്ങിയോ? Good morning. Good morning. Good morning, ma'am. 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 സുഖാണോ? Good morning, ma'am. കുറച്ച് ദിവസമായില്ലേ നമ്മളെ കണ്ടിട്ട്? സുഖാണ്. സുഖാണോ? സുഖാണല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ഒക്കെ? എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? നല്ല തണുപ്പാണ്. തണുപ്പാണല്ലേ? ചൂട് കൂടുതലാ. Good morning, ma'am. ചൂടുണ്ട് അല്ലേ? ചിലരുടെ സ്ഥലങ്ങളിൽ ചൂടുണ്ട്. ഓക്കെ. ഫുഡ് കഴിച്ചോ എല്ലാവരും? ഫുഡ് കഴിച്ചു. ഓക്കെ. മാം കഴിച്ചോ? കഴിച്ചല്ലോ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. വായിച്ചായിരുന്നോ? വായിച്ചിരുന്നു. ഓക്കെ. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കട്ടെ. ആർക്കൊക്കെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് നോക്കാലോ. 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, കഴിഞ്ഞോ? ജസ്റ്റ് ഒന്ന് നോക്കാനല്ലേ ഉള്ളൂ നമുക്ക്, അല്ലെ? പഠിച്ച കാര്യങ്ങളാണല്ലേ? ഓക്കെ. എന്തായാലും സബ് സെന്റേഴ്സ് ആര് പറയും? ശ്രുതി കണ്ണൻ. ശ്രുതി പറയോ? ശ്രുതി പറഞ്ഞോളൂ. നമ്മുടെ ഏരിയയില് ചെറിയ സെന്റേഴ്സ് 1-2 പേര് വർക്ക് പ്രത്യേക പീരീഡ്സ് മാത്രം നടത്തുന്ന സെന്ററാണ്. ആഴ്ചയിൽ എത്ര ദിവസം ഓപ്പൺ ആവും? 1-2 ദിവസങ്ങൾ മാത്രം. 5000 ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ളതായിരിക്കും. എന്താണ്? കേട്ടില്ല. 5000 പേർക്കിടെ. പറഞ്ഞോ. ബാക്കിയുള്ളവരും മ്യൂട്ട് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള കുട്ടികളും മ്യൂട്ട് ചെയ്യാം. ശ്രുതി മാത്രം അൺമ്യൂട്ട് ആക്കണം. ഓക്കെ, പറഞ്ഞോളൂ മോളെ. 5000 പേർക്കുള്ളതായിരിക്കും ഇതിന്റെ ചികിത്സകൾ. ഹെൽത്ത് വർക്കേഴ്സും പിന്നെ എന്തൊക്കെ സർവീസാ കൊടുക്കുന്നത്? മെഡിക്കൽ സർവീസ്, ഇമ്മ്യൂണൈസേഷൻ, റിഫറൽ സബ്സ്റ്റൻസ്, ടെമ്പററി സ്ട്രക്ചർ. ഓക്കെ മോളെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് CHC. അശ്വതി MK. അശ്വതി. മാം, ഇത് സെൻട്രൽ സെന്റർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. ഇതില് 4 PHC ഉണ്ട്.
പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. 4 PHSനെ ഇൻചാർജ് വഹിക്കുന്നു കേട്ടോ, അങ്ങനെ പറയാം. പിന്നെ 1,20,000 പീപ്പിൾസ് ഉണ്ട് സെർവ് ചെയ്യുന്ന പീപ്പിൾ. പിന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന 30 ബെഡ്സ് ഓപ്പറേഷൻ തിയേറ്ററിന്, ലബോറട്ടറി, എക്സ്റേ ഫെസിലിറ്റീസിനൊക്കെ ഉണ്ടാവും, ഇവിടെ പ്രൊവൈഡ് ചെയ്യും CHS. ഇതില് 4 മെഡിക്കൽ സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റൽസ്. എക്സാമ്പിൾ പറയാൻ പറ്റോ? CHCക്ക് ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ആണ് ഇതിന്റെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ, ഓർമ്മയുണ്ടോ ഇപ്പൊ? അതെ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കാം നമുക്ക്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ട് ഇനി ആർക്കെങ്കിലും ഇത്രയും വരെ എടുത്തതില്? ഓക്കെ ആണല്ലേ? ഓക്കെ, മിസ് ഒന്ന് മ്യൂട്ട് ചെയ്യണ്ടേ കേട്ടോ, സൗണ്ട് വന്നിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്ത്? ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. എന്താണ് പറഞ്ഞത്? ഈ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ രൂപഘടനയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പോ ഒരു ചാർട്ട് ബേസ് അല്ലെ, ഡയഗ്രാം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ ആരാ വരുന്നത്? നാഷണൽ ലെവൽ അല്ലെ. നാഷണൽ ലെവലിൽ ആരാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അപ്പൊ നാഷണൽ ലെവലില് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. മനസ്സിലായോ? സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഒരു സുപ്പീരിയർ ആയിട്ടുള്ള, ഒരു പ്രധാനമായിട്ടുള്ള ഒരു മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് നാഷണൽ ലെവലില് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഏറ്റവും ഫസ്റ്റ് പൊസിഷനില് നമ്മള് ഹെൽത്ത് കെയറിന്റെ രൂപഘടനയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാണ്? നാഷണൽ ലെവലിൽ വരുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. മാത്രമല്ല എന്താണ്? ഹെൽത്ത് കെയറിനെ കുറിച്ച് നാഷണൽ ലെവലിൽ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ക്ലിയർ ആയോ? നാഷണൽ ലെവലിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണോ? സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സുപ്പീരിയർ ആയിട്ടുള്ള ഒന്നാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് നാഷണൽ ലെവലില് ഹെൽത്ത് കെയറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ഇല്ലേ? ഒക്കെയാണോ? ഡൗട്ട് ഉണ്ടോ? പറഞ്ഞത് മനസ്സിലാവാത്തത് ആർക്കെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? നാഷണൽ ലെവലിന്റെ കാര്യം പറഞ്ഞത്? ഓക്കെ. ഇനി നാഷണൽ ലെവലിന് കീഴിൽ വരുന്നത് ആരാണ്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. പറഞ്ഞു തരാം കേട്ടോ, എല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യം മുതൽ മിസ് പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ നാഷണൽ ലെവലിന് കീഴിൽ വരുന്നതാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. ഒന്നുകൂടിയും പറയാം, അപ്പൊ ഓരോരുത്തർക്ക് കിട്ടിയിട്ടില്ല. നാഷണൽ ലെവൽ എന്ന് പറഞ്ഞത് എന്താണ് മിസ് പറഞ്ഞത്? ഈ നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് നാഷണൽ ലെവലില് ഹെൽത്ത് കെയറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നു. മനസ്സിലായോ? നാഷണൽ ലെവലില് എല്ലാ പ്രവർത്തനങ്ങളും ഹെൽത്ത് പരമായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്.
സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. നാഷണൽ ലെവലിൽ തന്നെ അല്ലെങ്കിൽ എന്താണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി മനസ്സിലാവാത്തവരുണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് പൊസിഷനിൽ ആരാണ് നിൽക്കുന്നത്? നാഷണൽ ലെവലിന് കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് ആര്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. എന്താണ് UTSന്റെ ഫുൾ ഫോം? എന്താ UTS? യൂണിയൻ ടെറിട്ടറീസ് അല്ലെ? ഓക്കെ. നമ്മൾക്ക് എത്ര സംസ്ഥാനങ്ങളുണ്ട്? നമുക്ക് എത്ര സംസ്ഥാനങ്ങളാണുള്ളത്? ഓക്കെ, 29. ഓക്കെ. ഇനി യൂണിയൻ ടെറിട്ടറീസ് എത്ര എണ്ണമുണ്ട്? കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ അല്ലെ? എത്ര എണ്ണ ഉള്ളത്? 7 ആണോ? 8 ആണോ? 8 ആണോ? 6 ആണോ? എത്ര എണ്ണ? 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഓക്കെ. അപ്പോ മിസ് പറയാം കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. കണക്ട് ചെയ്യാനാണ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. അപ്പൊ എന്താണ്, നമുക്ക് 9 സംസ്ഥാനങ്ങളുണ്ട്, അതുപോലെ തന്നെ 28 സംസ്ഥാനങ്ങളുണ്ട്, 9 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത് അല്ലെ? അപ്പൊ പല പല സ്ഥലത്ത് എന്താണ് ചെറിയ ചെറിയ സ്റ്റേറ്റുകള് അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് നമുക്ക്. അപ്പൊ ഓരോ സ്റ്റേറ്റിലും എന്തുണ്ടാവും? ഹെൽത്ത് കെയർ അല്ലെ? അതുപോലെ തന്നെ എന്താണ് ഓരോ ചെറിയ ചെറിയ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് എടുത്താലും എന്താണ്, കേരളത്തിൽ എടുത്തു നോക്കിയാലും എന്താണ്, സെക്രട്ടേറിയറ്റ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? സെക്രട്ടേറിയറ്റ് കേരളത്തില് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് പല സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല മന്ത്രിതല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലേ? അവിടെ സെക്രട്ടേറിയറ്റില് പല മന്ത്രിതല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് ഇത് ആരോഗ്യ വിഭാഗം എന്ന് പറയുന്നത്. കിട്ടിയോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നതാണ് കേട്ടോ. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കേരളത്തില് എന്താണ്, തിരുവനന്തപുരത്താണ് സെക്രട്ടേറിയറ്റ് ഉള്ളത്. ആ സെക്രട്ടേറിയറ്റില് പല മന്ത്രിതല ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. ഓക്കെ. ആ പല മന്ത്രിതല ഡിപ്പാർട്ട്മെന്റ്സിൽ ഒരെണ്ണമാണ് എന്ത്, ആരോഗ്യ വിഭാഗം എന്ന് പറയുന്നത്. ആ ആരോഗ്യ വിഭാഗത്തിന്റെ മന്ത്രി ആരാണ്? വീണ ജോർജ്. ഓക്കെ, വെരി ഗുഡ്. വീണ ജോർജ് ആണ് അല്ലെ? ഈ വീണ ജോർജിന് കീഴില് കുറെ ഉദ്യോഗസ്ഥരുണ്ടാവില്ലേ? ഉണ്ടാവോ അല്ലെ? കുറെ ഉദ്യോഗസ്ഥരുണ്ടാവും. അവരാണ് ഈ വീണ ജോർജ് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഉദ്യോഗസ്ഥര് എന്ത് ചെയ്യുന്നുണ്ട്, കേട്ടിട്ട് ഇവരാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിലേക്കും പാസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ലെവൽ മനസ്സിലായോ? സ്റ്റേറ്റ് ലെവലില് എന്താണ് പറഞ്ഞത്? നമ്മൾ എന്താ പറഞ്ഞത്? സെക്രട്ടേറിയറ്റില് പല മന്ത്രിതല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് എന്ത്, ആരോഗ്യ വിഭാഗം എന്ന് പറയുന്നത്. അവിടെയുള്ള മന്ത്രി പറയുന്നത്, മന്ത്രിയുടെ കീഴിൽ ഉദ്യോഗസ്ഥരുണ്ടാവും. ആ മന്ത്രി കുറെ കാര്യങ്ങൾ തീരുമാനിച്ച് ആ ഉദ്യോഗസ്ഥരോട് പറയും. ആ ഉദ്യോഗസ്ഥരാണ് പല സ്റ്റേറ്റിലേക്കും എന്ത് വിടുന്നത്, നിർദ്ദേശങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് പല ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടുന്നത് ആരാണ്? ആ ഉദ്യോഗസ്ഥരാണ്. കിട്ടിയോ? സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓക്കെ ആണോ? ഇപ്പൊ നാഷണൽ ലെവല് നമ്മൾ പറഞ്ഞു. നാഷണൽ ലെവലില് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് അല്ലെ? ഒരു സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് നാഷണൽ ലെവലില് ഹെൽത്ത് കെയറിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഇനി നാഷണൽ ലെവലിന് കീഴിൽ വരുന്നതാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS, യൂണിയൻ ടെറിട്ടറീസ്. സ്റ്റേറ്റ് ലെവലില്
കുറെ സ്റ്റേറ്റുകളുണ്ട്, അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. അവിടെയൊക്കെ എന്തുണ്ടാവും? ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലെ. സ്റ്റേറ്റ് ലെവലിന് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ കേരളത്തിൽ എടുത്ത് നോക്കുമ്പോൾ എന്താണ്, മന്ത്രി വീണ ജോർജ് ആണല്ലേ ഏറ്റവും എന്താണ് മന്ത്രി. അപ്പൊ മന്ത്രിയുടെ കീഴിൽ വരുന്നത് കുറെ ഉദ്യോഗസ്ഥരുണ്ടാവും. ആ ഉദ്യോഗസ്ഥരാണ് പല ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തയക്കുന്നത്, എങ്ങനെ പ്രവർത്തിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങള് പല സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും അയക്കുന്നത്. ഓക്കെയാണോ? സ്റ്റേറ്റ് ലെവലും നാഷണൽ ലെവലും ക്ലിയർ ആയോ? ആ എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി എന്താണ്, സ്റ്റേറ്റ് ലെവലിന് കീഴിൽ വരുന്നതാണ് ഡിസ്ട്രിക്ട് ലെവൽ അല്ലെ. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവലില് രണ്ട് രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? റൂറൽ ഏരിയാസ് ആൻഡ് അർബൻ ഏരിയാസ്. ഇനി അർബൻ ഏരിയാസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ്. ഇനി റൂറൽ ഏരിയാസ് നോക്കുമ്പോൾ എന്തൊക്കെയാണ് റൂറൽ ഏരിയാസിന് കീഴിൽ വരുന്നത്? നമ്മൾ പഠിച്ച അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളല്ലേ റൂറൽ ഏരിയാസിൽ വരുന്നത്. ഏതൊക്കെയാണ്? CHC വരുന്നുണ്ട്, PHC വരുന്നുണ്ട്, സബ് സെന്റേഴ്സ് വരുന്നുണ്ട്. റൂറൽ ഏരിയാസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, സബ് സെന്റർ. ക്ലിയർ ആയോ? അർബൻ ഏരിയാസിൽ വരുന്നത് ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ്. ഇനി ഡിസ്ട്രിക്ട് ലെവലില് നമ്മൾ നോക്കുമ്പോ എന്താണ്, എത്ര ഡിസ്ട്രിക്ട് ഉണ്ട് നമുക്ക്? എത്ര ജില്ലയുണ്ട് നമുക്ക്? 14 ജില്ലകളല്ലേ? ആണോ? 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലകളിലും ഓരോ ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നില്ലേ? ഉണ്ടോ? അല്ലെ? 14 ജില്ലകളിലും ഓരോ ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ ഈ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ എടുക്കാം, CHC. ഓക്കെ, ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും കൊടുക്കുന്നത് ഈ പ്രധാനപ്പെട്ട ഈ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നാണ്. ഡിസ്ട്രിക്ട് ലെവലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ വിഭാഗം ഉണ്ടാവും. അവിടെ നിന്നാണ് ഓരോ ഡിസ്ട്രിക്റ്റിലേക്കും ഓരോ ജില്ലകളിലേക്കും എന്തയക്കുന്നത്? നിർദ്ദേശങ്ങൾ അയക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഡിസ്ട്രിക്ട് ലെവലിൽ എന്തുണ്ട്? 14 ജില്ലകളുണ്ട് നമുക്ക്. ആ 14 ജില്ലകളിലേക്കും അവിടെ എന്താണ് ഉണ്ടാകുന്നത്? 14 ജില്ലകളിലും ഓരോ ആരോഗ്യ വിഭാഗങ്ങൾ അല്ലെ, ഓരോ ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ, അങ്ങനെ പല പല ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട് 14 ജില്ലകളിലും. അപ്പൊ അവിടേക്ക് നിർദ്ദേശങ്ങൾ അയക്കുന്നത് എവിടെ നിന്നാണ്? ഈ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നാണ്. കിട്ടിയില്ലേ? ഓക്കെ ആണോ? ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടന ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ എന്താ പഠിച്ചത്? ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടനയെ കുറിച്ചാണല്ലേ പഠിച്ചത്. ഡയഗ്രാം രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാണ്? ഏറ്റവും ഫസ്റ്റ് ലെവലില് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാണ്? ഏത് വിഭാഗമാണ് അല്ലെങ്കിൽ ഏത് ലെവലാണ്? നാഷണൽ ലെവലാണ്. നാഷണൽ ലെവലില് ആരോഗ്യ വിഭാഗത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. കിട്ടിയില്ലേ? ഇനി എന്താണ്? നാഷണൽ ലെവലിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് അല്ലെങ്കിൽ കീഴിൽ വരുന്നതാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഓരോ സ്റ്റേറ്റുകൾക്കും അതുപോലെ തന്നെ ഓരോ യൂണിയൻ ടെറിട്ടറീസിനും എന്താണ് അവിടെ ഓരോ ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു, എന്താണ് പഠിച്ചത്? നമ്മളിപ്പോ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തില് ആരോഗ്യ വിഭാഗത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത് വീണ ജോർജ് ആണ്. വീണ ജോർജിന് കീഴില് ആര് പ്രവർത്തിക്കുന്നുണ്ട്? പല ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ആ ഉദ്യോഗസ്ഥർ ഇപ്പൊ വീണ ജോർജ് പറഞ്ഞ നിർദ്ദേശങ്ങള് ഉദ്യോഗസ്ഥര് കേട്ട് മനസ്സിലാക്കി പല സ്റ്റേറ്റിലെ പല ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കുന്നത് അവരാണ്. ഇനി ഡിസ്ട്രിക്ട് ലെവലിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്? ഇതൊക്കെയാണ് ഡിസ്ട്രിക്ട് ലെവലിലെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. റൂറൽ ഏരിയാസ് എന്നും അതുപോലെ തന്നെ എന്താണ് അർബൻ ഏരിയാസ് എന്നും. ഇനി റൂറൽ ഏരിയാസിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്നത്?
എന്തൊക്കെയാണ്? CHC ഉണ്ട്, പിന്നെന്താ PHC ഉണ്ട്, പിന്നെ എന്താണ് സബ് സെന്റേഴ്സ് ഉണ്ട്. ഇനി അർബൻ ഏരിയാസില് ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും. ഓക്കെ, കിട്ടിയോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയേ, ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് കൺക്ലൂഡ് ചെയ്തൊന്ന് നോക്കിയേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്താണെന്ന് പറഞ്ഞു കൊടുക്കോ? CHC നമ്മൾ മുൻപ് പഠിച്ച കാര്യമല്ലേ? എന്തായിരുന്നു CHC? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, ഈ നെക്സ്റ്റ് പോർഷൻ നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് പോർഷൻ എന്താണ്? ഹോസ്പിറ്റൽ ഫങ്ഷൻസ്. രണ്ട് കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഫങ്ഷനിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഫങ്ഷൻ എന്താണ്? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ. എന്താണ് ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാല്? സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. എന്താ അങ്ങനെ പറഞ്ഞാല്? ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറയാൻ പറ്റോ? സർവീസ് വിത്തിൻ ദ വാൾ, ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ അല്ലേ? എന്താണ്? ഹോസ്പിറ്റലിന്റെ ഉള്ളില് നടക്കുന്ന ഫങ്ഷൻസ് ആണ് എന്ത്? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. സർവീസ് വിത്തിൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയാം അല്ലെ? ഇനി എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ? എക്സ്ട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങള്, അതാണ് എക്സ്ട്രാമ്യൂറൽ ഫങ്ഷനിൽ വരുന്നത്. ഓക്കെ ആണോ? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാല് സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാല് സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. കിട്ടിയില്ലേ? ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെ, ഇനി നോക്കിക്കോളൂ. എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ, അപ്പോ ഹോസ്പിറ്റലിന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹോസ്പിറ്റലിന് ഉള്ളിൽ കൊടുക്കുന്ന സർവീസുകൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് നോക്കിക്കോളൂ. ഇൻട്രാമ്യൂറൽ ഫങ്ഷനിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? സോറി 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5 അല്ലെ? എത്ര കാര്യങ്ങളാണ്? 4 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നോക്കിയേ, റെസ്റ്റോറേറ്റീവ് ഫങ്ഷൻ ഉണ്ട്, അതുപോലെ പ്രിവെന്റീവ് ഫങ്ഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫങ്ഷൻ. ഓക്കെ, 4 കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിന് ഉള്ളിൽ കൊടുക്കുന്ന സർവീസുകള്.
റെസ്റ്റോറേറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഡയഗ്നോസ്റ്റിക് അല്ലെ. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗ്നോസ്റ്റിക് എന്തായിരിക്കും? രോഗനിർണയം അല്ലെ. രോഗനിർണയം. This consists of the inpatient service involving medical, surgical and other specialties and special diagnostic. അപ്പൊ എന്താണ്? നമ്മൾ ഇവിടെ രോഗനിർണയം നടത്തുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു രോഗം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് രോഗം എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പല ടെസ്റ്റുകളിലൂടെയൊക്കെയാണ് അല്ലെ. അപ്പൊ നോക്കി, ഇൻപേഷ്യന്റ് സർവീസ്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യന്റ് ആരായിരിക്കും? ഇൻപേഷ്യൻസ് കിടന്ന് ചികിത്സിക്കുന്നവരല്ലേ, അഡ്മിറ്റ് ആയ പേഷ്യന്റ്. അവിടെ എന്ത് സർവീസാണ്? അപ്പൊ ഇൻപേഷ്യന്റ് സർവീസിൽ അവരെന്താണ്? അവർക്ക് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള, അതുപോലെ തന്നെ മരുന്നുകൾ കൊടുക്കുന്നത്, അതുപോലെ സർജറീസ്, അതുപോലെ അതർ സ്പെഷ്യാലിറ്റീസ്. ഇപ്പൊ റയർ കേസുള്ള രോഗങ്ങളായിട്ടൊക്കെ വരുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അതുപോലെ സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്, സ്പെഷ്യൽ ആയിട്ടുള്ള രോഗനിർണയവും എവിടെ കൊടുക്കുന്നുണ്ട്? ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഒരു രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ കിടത്തി ചികിത്സിക്കുന്ന രോഗികളൊക്കെ ആണെങ്കിൽ എന്താണ്? അവർക്ക് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മരുന്ന് കൊടുക്കുന്നു, സർജറി, അതുപോലെ സ്പെഷ്യൽ അതർ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുമ്പോൾ റയർ രോഗങ്ങളായിട്ടൊക്കെ വരുമ്പോ, അല്ലെങ്കിൽ റയർ കേസ് മാമോഗ്രാം ഒക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്പെഷ്യൽ ആയിട്ട് രോഗനിർണയം നടത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡയഗ്നോസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടത്. ക്ലിയർ ആയോ? രോഗനിർണയം അത് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. രോഗനിർണയം, ഡയഗ്നോസ്റ്റിക്. ഓക്കെ, ഇനി എന്താണ്? ക്യൂറേറ്റീവ് ഫങ്ഷൻ അല്ലേ. ക്യൂറേറ്റീവ് എന്താണ്? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്. എന്താണ്? എല്ലാ രോഗങ്ങൾക്കുമുള്ള ട്രീറ്റ്മെന്റ് എവിടെ കൊടുക്കുന്നുണ്ട്? എവിടെയാ കൊടുക്കുന്നത്? ഹോസ്പിറ്റലുകളിൽ അല്ലെ. ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നുണ്ട്. അതാണ് ക്യൂറേറ്റീവ്. ക്യൂറേറ്റീവ് എന്താണ്? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്. എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലുകളിൽ നൽകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഇത് റീഹാബിലിറ്റേറ്റീവ്. റീഹാബിലിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലൊക്കെ. റീഹാബിലിറ്റേഷൻ എന്തായിരിക്കും? പുനരധിവാസം. ഓക്കെ, ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ അല്ലെ. ഹോസ്പിറ്റലുകളിൽ രോഗികൾക്ക് ജീവിതത്തിലേക്ക് ഇപ്പൊ എന്താണ് സ്ട്രോക്ക് വന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ പല പല എക്സസൈസുകളിലൂടെ എന്താണ് അദ്ദേഹത്തെ പുനർജീവിതത്തിലേക്ക് അല്ലെ വീണ്ടും നല്ല രീതിയിലുള്ള ജീവിതം നയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോ കൊറോണ ഒക്കെ വന്ന ടൈമിൽ എന്തായിരുന്നു ആളുകൾക്ക് ഭയമായിരുന്നു അല്ലെ പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. അല്ലെങ്കിൽ കൊറോണയുള്ള പേഷ്യൻസിനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് സംസാരിക്കാൻ പേടി. അപ്പൊ കൊറോണ ഒക്കെ വന്നു കഴിയുമ്പോ എങ്ങനെയാണ് നമ്മളെ ഒരു മുറിയിൽ അടച്ചിടും, മരുന്നൊക്കെ തരും, അതുപോലെ ക്വാറന്റൈനിൽ നമ്മൾ ഇരുത്തും ഇല്ലേ. പിന്നെ ഫുഡൊക്കെ എങ്ങനെയാ തരുന്നത്? വാതിലിന്റെ അവിടെയൊക്കെ കൊണ്ടുവച്ചിട്ട് അവര് പോവല്ലേ, അങ്ങനെയല്ലേ ചെയ്യാറ്? ആരെങ്കിലും കൊറോണ ഒക്കെ വന്നിട്ടുണ്ടോ? ക്വാറന്റൈനിൽ ഇരുന്നവരുണ്ടോ? ഉണ്ട്. അപ്പൊ ഇല്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ആളുകൾക്ക് പേടിയായിരുന്നു. അപ്പൊ അപ്പോ ഈ ഹോസ്പിറ്റലുകാർ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ടെസ്റ്റ് നടത്തും അല്ലെ. അപ്പൊ അവരോട് പറയും നിങ്ങൾക്ക് 7 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ടെസ്റ്റില് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ വീണ്ടും ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ പുനർജീവിതത്തിലേക്ക് അല്ലെ പുനരധിവാസത്തിലേക്ക് സഹായിക്കുന്നുണ്ട് ഹോസ്പിറ്റലുകാര്. അല്ലെങ്കിൽ ഇപ്പോ കൊറോണ ഒക്കെ വന്ന പേഷ്യന്റ് ആണെങ്കിൽ ഒരു മുറിയിലൊക്കെ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക്
ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചിരിക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. പേടി, ഭയം ഇതൊക്കെ ആയിരിക്കും. ആരോടും സംസാരിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ അങ്ങനെയൊക്കെ മെന്റൽ സപ്പോർട്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഒരു രോഗിയെ പുനർജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് ഹോസ്പിറ്റല് നല്ല രീതിയിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇനി എന്താണ് കെയർ ഓഫ് എമർജൻസീസ്, ആക്സിഡന്റ് ആസ് വെൽ ആസ് ഡിസീസസ് അല്ലെ. ആക്സിഡന്റ് കേസുകളായാലും അതുപോലെ തന്നെ ഡിസീസസ് വന്നിട്ടുണ്ടെങ്കിലും എന്താണ് നല്ല രീതിയിൽ കെയർ ചെയ്യാനായിട്ട് രോഗികളെ കെയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങളൊരു ഡോക്ടറാണ്. അപ്പൊ എന്താണ് രോഗികള് ഡോക്ടറെ കാണാൻ ക്യൂ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ആക്സിഡന്റ് കേസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ എന്താ ചെയ്യാം? ആക്സിഡന്റ് കേസായിട്ട് ഒരു വ്യക്തി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കാണാനായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് രോഗികൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആരെയാണ് കൂടുതലായിട്ട് കെയർ ചെയ്യാൻ നിങ്ങൾ? ആരെയായിരിക്കും? ആക്സിഡന്റ് കേസ് അല്ലേ. പറയേണ്ട ആവശ്യമില്ല. എന്താണ് ആക്സിഡന്റ് കേസായിട്ട് വന്ന ആ പേഴ്സൺ ആയിരിക്കും, ആ രോഗിക്കായിരിക്കും നമ്മൾ കൂടുതൽ കെയർ കൊടുക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളും ഹോസ്പിറ്റലുകാർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പഠിച്ചത് നമ്മള്? ഡയഗ്നോസ്റ്റിക് അല്ലെ. ഡയഗ്നോസ്റ്റിക് എന്താണ്? രോഗനിർണയം നടത്തുന്നുണ്ട്. മെഡിക്കൽ ഇപ്പൊ അവിടെ കിടക്കുന്ന രോഗികളായാലും അവർക്ക് മരുന്ന് കൊടുക്കുന്നത്, സർജറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ എന്തെങ്കിലും റയർ കേസുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്പെഷ്യൽ രോഗനിർണയം നടത്തണം എന്നുണ്ടെങ്കിൽ അതും രോഗികൾക്ക് അങ്ങനെയുള്ള സേവനങ്ങളും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാർ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന സർവീസുകളെ പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ ക്യൂറേറ്റീവ് അല്ലെ, ഏത് രോഗങ്ങൾക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. റീഹാബിലിറ്റേറ്റീവ് സർവീസ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എമർജൻസീസ് അല്ലെ, ആക്സിഡന്റ് കേസ് വന്നാലും ഡിസീസസ് ആയിട്ട് ആളുകൾ വന്നാലും അവർക്ക് നല്ല രീതിയിലുള്ള കെയർ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. കിട്ടിയോ? ഓക്കെ ആണോ? റെസ്റ്റോറേറ്റീവ് ഫങ്ഷൻ ഓക്കെ ആണോ? ഓക്കെ, ഇനി നോക്കിയേ പ്രിവെന്റീവ്. പ്രിവെന്റീവില് ഫസ്റ്റ് വൺ ആണ് എന്ത്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത് അല്ലെ. എന്താണ്? പ്രഗ്നൻസി പരമായിട്ടുള്ള പ്രഗ്നൻസി അതുപോലെ തന്നെ ചൈൽഡ് ബർത്ത് ഒക്കെ എവിടെയാ നടക്കുന്നത്? എവിടെയാ നടക്കാം? ഹോസ്പിറ്റലില് അല്ലെ. ഒരു കുട്ടി ജനിക്കുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലിലാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങള് പ്രഗ്നൻസി പരമായിട്ടുള്ള നോർമൽ പ്രഗ്നൻസി അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിന്റെ കാര്യങ്ങള് അതൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റലിൽ നിന്നാണ് അല്ലെ, ഹോസ്പിറ്റലുകാരാണ്. ഇനി എന്താണ്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഇങ്ങനെ നമുക്ക് അവര് ഡെവലപ്മെന്റ് ചെയ്യുന്നത് അറിയാൻ പറ്റും, ഇവരുടെ വളർച്ചയിലൂടെ അറിയാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പോ എങ്ങനെയൊക്കെയാണ് സൂപ്പർവിഷൻ ചെയ്യുന്നത്? വാക്സിനേഷൻ അല്ലെ. എന്താണ്? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യാ? 1.5 വയസ്സിൽ ഇഞ്ചക്ഷൻ എടുക്കും. അത് കഴിഞ്ഞ് എന്താ 1.5 മാസം, 3 മാസം, അത് കഴിഞ്ഞിട്ട് 3.5 മാസം, അത് കഴിഞ്ഞിട്ട് 5 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സ്, ഇങ്ങനെയല്ലേ വാക്സിനേഷൻ നടക്കുന്നത്. അപ്പൊ അവരുടെ ഓരോ ഗ്രോത്തിലും ഡെവലപ്മെന്റിലും നമ്മൾ എന്താണ്? സൂപ്പർവിഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് prolonged ഇൽനെസ്. എന്താ പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാല് സാംക്രമിക രോഗങ്ങള്, ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങള് എന്തൊക്കെ വരാം? എന്തൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്? ഫീവർ പറയാൻ പറ്റും. പിന്നെ എന്താണ്? വൈറൽ ഫീവർ. പിന്നെ എന്തൊക്കെ പറയാം? കോളറ. പിന്നെന്താണ്?
ഇപ്പൊ നമ്മള് ഏതൊക്കെ സ്റ്റേജിലൂടെ പോയി ചിന്തിച്ചാൽ പോരെ. എന്താണ് കൊറോണ അല്ലെ? കൊറോണ, നിപ്പ, ഇതൊക്കെ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഓക്കെ, അപ്പോ ഇതൊക്കെ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട് അല്ലെ. ഇനി എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ രോഗികള് ഡോക്ടറുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാണെങ്കിൽ ഡോക്ടർ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കില്ലേ? അതുപോലെ തന്നെ എന്താണ്? കൊറോണ നമുക്ക് എടുക്കാം അല്ലെ. കൊറോണ വന്നപ്പോ എന്താണ്? ഓരോ ഹോസ്പിറ്റലുകാരും എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അവർക്ക് അവയർനെസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നോട്ടീസ് ഒക്കെ അവിടെ എന്താണ്? പോസ്റ്റർ നോട്ടീസ് ഒക്കെ എന്താണ്? ഹോസ്പിറ്റലില് അല്ലെ വാളില് ഒട്ടിച്ചു വെക്കാറില്ലേ ഓരോ കാര്യങ്ങള്. വായിച്ച് മനസ്സിലാക്കാനായിട്ട് മാസ്ക് വെക്കണം, അതുപോലെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് രോഗികളെ അറിയിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ പറയുന്നത്. ഇനി എന്താണ്? ഒക്യുപേഷൻ എഡ്യൂക്കേഷൻ അല്ലെ. ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ചിലപ്പോൾ എന്താണ്? അവിടെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മരുന്ന് സംബന്ധമായിട്ടുള്ള അലർജീസ് പല രോഗങ്ങളും വരാം. അവർക്കും എന്താണ്? അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രിവെന്റീവിൽ വരുന്നത്. ക്ലിയർ ആയോ? സൂപ്പർവിഷൻ ഓഫ് നോർമൽ pregnancies and childbirth, supervision of normal growth and development of children, control of communicable diseases, prevention of prolonged illness, health education, occupational education. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? നമുക്കറിയാവുന്ന പോയിന്റ്സ് തന്നെയാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ പറയണോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ്? ഇപ്പൊ കൊറോണ വന്നപ്പോ നമ്മൾ എന്താണ്? രോഗികൾക്ക് അവയർനെസ് കൊടുത്തു അല്ലെ. എന്താണ്? ഹോസ്പിറ്റലിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പല തരത്തിലാണ് അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. എന്താണ്? പോസ്റ്റർ ഒട്ടിച്ച് വെക്കുന്നത് കൊറോണ സംബന്ധമായിട്ടുള്ള അല്ലെ. മാസ്ക് വെക്കുക, പറഞ്ഞു തരാം. എന്താണ് മാസ്ക് വെക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ മക്കളെ? ഹോസ്പിറ്റൽസില് പോസ്റ്റർ അതുപോലെയുള്ള ഇങ്ങനെ വാളിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് അതൊക്കെ എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഡോക്ടറുടെ അടുത്ത് രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാണെങ്കിൽ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കൊടുക്കില്ലേ? ഇന്നത് ചെയ്യാ, ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യണം, അതുപോലെ ഇങ്ങനെയുള്ള മരുന്നുകള് കഴിക്കുക, അതുപോലെ ഇന്ന ഫുഡ് കഴിക്കുക അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഒക്യുപേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ചിലപ്പോൾ എന്താണ്? എന്തെങ്കിലും കെമിക്കൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഇപ്പോ ഹൗസ് കീപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അവർക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പോ അവര് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വരുമ്പോ അവർക്ക് അവരുടെ ഒക്യുപേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ അവർക്ക് ഇങ്ങനെ അലർജീസ് വരാം അല്ലെ. അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഇപ്പോ റേഡിയോളജി ഒക്കെ ചെയ്യുമ്പോ എന്താണ് CT സ്കാൻ അതുപോലെ MRI സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ റേഡിയേഷനിൽ നിന്നും അവിടെ നിൽക്കുന്ന ആളുകൾക്കും എന്ത് വരാം? രോഗങ്ങൾ ഉണ്ടാവാം, ക്യാൻസർ ഉണ്ടാവാം, അതുപോലെ സ്കിൻ ഡിസീസസുകൾ. ഇതൊക്കെ നിങ്ങൾ റേഡിയോളജി അടുത്ത മൊഡ്യൂളിലൊക്കെ പഠിക്കും. അപ്പോ അങ്ങനെ അവിടെ നിൽക്കുന്ന ആളുകൾക്കും എന്താണ്? അങ്ങനെയുള്ള പല സ്റ്റാഫുകൾക്കും ഇങ്ങനെയുള്ള ഡിസീസസുകൾ ഉണ്ടാകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്താണ്? ഇങ്ങനെയുള്ള ഡിസീസസുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോ അവർക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് ഒക്യുപേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ആണ് എന്ത്? എഡ്യൂക്കേഷൻ. അങ്ങനെ ആർക്കൊക്കെയാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്കാവാം, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനാവാം അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ മെഡിക്കൽ കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്നത് എന്താണ്? സ്റ്റുഡൻസ് പഠിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? അവർക്ക് എന്താണ്?
എന്താ പറയണ്ടേ മോളെ? ഫോർത്ത് പോയിന്റോ? പ്രിവെന്റീവില് ഫോർത്ത് പോയിന്റ് ആണോ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പൊ കൊറോണ ഒക്കെ വന്നപ്പോ എന്താണ് ഹോസ്പിറ്റലിൽ എന്താണ് നമ്മള് പോസ്റ്റർ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ? അതുപോലെ തന്നെ എന്താണ് അതിനകത്ത് മാസ്ക് വെക്കുക, അതുപോലെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു രോഗി ഡോക്ടറെ അടുത്ത് വരുമ്പോ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാവേണമെങ്കിൽ എന്ത് പറയണം? നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാണ്, നിങ്ങൾ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണം, ഇന്ന മരുന്നുകൾ കഴിക്കണം, എക്സസൈസ് എടുക്കണം, ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യണം. ഇങ്ങനെ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ ഗുഡ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ കൊടുക്കുന്നതും എന്താണ്? ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. കിട്ടിയോ? അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. സി പോയിന്റിൽ എന്താണ്? ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ്? ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പടർന്ന് പിടിക്കുന്നത്. കൊറോണയ്ക്ക് എന്താണ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്നു പിടിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതാണ് പ്രോങ്ലോങ് എന്ന് പറയുന്നത്. എന്താണ്? പടർന്നു പിടിക്കുന്നതിനെ തടയാനായിട്ടുള്ള നടപടികള് ഹോസ്പിറ്റലുകാരെടുക്കുന്നത്. ഇപ്പൊ കൊറോണ ഒക്കെ വന്നപ്പോ എന്താണ്? ആരും പുറത്തിറങ്ങാൻ പാടില്ല, മാസ്ക് വെക്കണം അല്ലെ, കൈ കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അവര് ആ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ തടയാനായിട്ടുള്ള നടപടികളും ഹോസ്പിറ്റലുകാരെടുക്കുന്നുണ്ട്. അതാണ് സിയിൽ പറയുന്നത് കേട്ടോ. കിട്ടിയോ? ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ. എഡ്യൂക്കേഷൻ ഓക്കെ. ഇനി എഡ്യൂക്കേഷൻ നമുക്ക് പറയാം കേട്ടോ. എഡ്യൂക്കേഷൻ നോക്കിയേ. മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് മിസ് പറഞ്ഞില്ലേ? എന്താണ്? മെഡിക്കൽ കോളേജിലൊക്കെ സ്റ്റുഡൻസ് ഒക്കെ എന്താണ് പഠിക്കുന്നുണ്ടല്ലേ? അവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞത് മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, അതുപോലെ മെഡിക്കൽ കോളേജിലൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ കുറെ പഠിക്കാനായിട്ട് വരും. ഇപ്പൊ ഡെഡ് ബോഡീസ് ആയാലും, അതുപോലെ തന്നെ എന്താണ് പല രോഗങ്ങള്, അതുപോലെ ഡെലിവറി ടൈമിലൊക്കെ ഇല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അതൊക്കെ എന്താണ്? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് അവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ്? സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. ഓരോ കാര്യത്തിനും സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവില്ലേ? ENT, അതുപോലെ പീഡിയാട്രിഷ്യൻ അല്ലെ? അവർക്ക് എന്താണ്? കുട്ടികൾ, ഇപ്പൊ പീഡിയാട്രിഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്. അതുപോലെ എന്താണ്? ഓർത്തോ അല്ലെ? അങ്ങനെ ഓരോ കാര്യത്തിലും സ്പെഷ്യലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട് ഡോക്ടേഴ്സ്. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ. പിന്നെ എന്താണ്? പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. ഇപ്പൊ എന്താണ്? MBBS കഴിഞ്ഞിട്ട് PG എടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് PG എടുക്കുന്നത് പോലെ തന്നെ അവർക്കും എന്താണ്? PG എടുക്കാം. പിന്നെ എന്താണ്? നേഴ്സ് ആൻഡ് മിഡ് വൈഫ്സ്. നേഴ്സുമാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ മിഡ് വൈഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സൂതകർമ്മിണികള്. മിഡ് വൈഫ്സ് എന്ന് പറഞ്ഞാല് സൂതകർമ്മിണികൾ. ഓക്കെ, സൂതകർമ്മിണി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? സൂതകർമ്മിണി എന്ന് പറഞ്ഞാല് ഈ ഡെലിവറി ടൈമിലൊക്കെ എന്താണ്? നഴ്സുമാരെ സഹായിക്കാൻ നിൽക്കുന്ന അസിസ്റ്റന്റുമാരുണ്ടാവില്ലേ? അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ഹെൽപ്പേഴ്സ്, അവരൊക്കെയാണ് മിഡ് വൈഫ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്. സോഷ്യൽ വർക്കേഴ്സിന് നമ്മള് ഹോസ്പിറ്റലുകാർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്ക്, അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ? കമ്മ്യൂണിറ്റിക്കും എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ചില്ലേ? കൊറോണ വന്നപ്പോ എന്താണ്? ഓരോ പോസ്റ്റർ ഒട്ടിച്ച് വെക്കുക, അതുപോലെ ഡോക്ടേഴ്സ് രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. കിട്ടിയോ? മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ആർക്കൊക്കെയാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ ആണോ? എഡ്യൂക്കേഷനിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് റിസർച്ച്. റിസർച്ച് നോക്കി, ഫസ്റ്റ് പോയിന്റ് നോക്കി, ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്. അപ്പൊ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? എക്സാമ്പിൾ വെച്ച് മിസ് പറഞ്ഞുതരാം കേട്ടോ. 3 പോയിന്റ്സും എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കി, ക്ലിനിക്കൽ മെഡിസിൻ. ആൻഡ് തേർഡ് വൺ, ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോ നമ്മുടെ നാട്ടില് നിപ്പ വന്നു അല്ലെ, അല്ലെങ്കിൽ എന്താണ് കോവിഡ് വന്നു. അപ്പൊ ഫസ്റ്റ് അത് വന്ന ടൈമില് ആർക്കും അത്ര എന്താണ് ഗൗരവത്തോടെ ഒന്നും ആരും എടുത്തില്ല. ഹോസ്പിറ്റലുകാരായാലും ആളുകളായാലും ആരും എന്താണ് ഗൗരവത്തോടെ ആരും അതിനെ നോക്കി കണ്ടിരുന്നില്ല. അതിനുശേഷം ആളുകള് ആ കോവിഡ് വന്ന് 2-3 ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ഹോസ്പിറ്റലുകാര് അത് ഗൗരവത്തോടെ കാണാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഫസ്റ്റ് കോവിഡ് ഇറങ്ങിയ ടൈമില് ആരും നമ്മളായാലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകാരായാലും എന്താണ് ഗൗരവത്തോടെ ഒരു കാര്യം അതിനെ എടുത്തിരുന്നില്ല, ആ കോവിഡിനെ എടുത്തിരുന്നില്ല. പിന്നീട് ആളുകൾ മരിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഹോസ്പിറ്റലായാലും ജനങ്ങളായാലും ഈ കോവിഡിനെ ഗൗരവത്തോടെ കാണാൻ തുടങ്ങിയത്. അപ്പോ എന്ത് ചെയ്തു? ഹോസ്പിറ്റലുകാര് അതിനെപ്പറ്റി അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇവിടെ നിന്നാണ് വന്നത്, അതുപോലെ ഇത് വൈറസ് ആണോ, ഇത് എത്ര നാള് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങി. കിട്ടിയോ? അതാണ് ഫസ്റ്റ് പോയിന്റ്, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ക്ലിനിക്കൽ മെഡിസിൻ അല്ലെ. ഹോസ്പിറ്റലുകാര് കുറെ കാര്യങ്ങൾ അനലൈസ് ചെയ്തു. വൈറസ് എവിടെ നിന്നാണ് വന്നത്, ഇത് വൈറസ് ആണോ, അല്ലെങ്കിൽ ഇതിന് നമ്മുടെ ശരീരത്തിൽ എത്ര നാൾ ഇത് നിലനിൽക്കും, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഇതിനെ കുറിച്ച് പഠിച്ച് ഇതിന് മെഡിസിൻ ഉണ്ടാക്കാൻ തുടങ്ങി. മെഡിസിൻ പ്രിപ്പയർ ചെയ്തു. അതാണ് എന്ത്? കോവാക്സിനും കോവിഷീൽഡും. ക്ലിനിക്കൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോവാക്സിനും കോവിഷീൽഡും. അതിന് കോവിഡിന് പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. കിട്ടിയോ? ഇനി എന്താണ് ലാസ്റ്റ് പോയിന്റ്? എന്താണ്? ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. കോവിഷീൽഡും കോവാക്സിനും അവരുണ്ടാക്കി, അത് ജനങ്ങളിലേക്ക് പരീക്ഷിച്ചു അല്ലെ, ഇൻജെക്ട് ചെയ്തു. എങ്ങനെയാണ് ഇത് ഓരോ ആളുകളിലേക്കും കുത്തിവെക്കാൻ തുടങ്ങി. ഇതെന്താണ്, രോഗം മാറുന്നുണ്ടോ എന്ന് അവര് നോക്കാനായിട്ട് തുടങ്ങി അല്ലെ, ജനങ്ങളിലേക്ക് അത് പരീക്ഷിക്കാൻ തുടങ്ങി. മനസ്സിലായോ 3 കാര്യങ്ങളും? ഓക്കെ ആണോ? പറഞ്ഞത് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, എക്സാമ്പിള് വെച്ച്. കിട്ടിയോ റിസർച്ചിന്റെ കാര്യങ്ങള്? കിട്ടിയില്ലേ? ഇനി ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇപ്പൊ കോവിഡ് നമ്മുടെ നാട്ടിലോട്ട് വന്നപ്പോ ജനങ്ങളായാലും ഹോസ്പിറ്റലുകാരായാലും എന്താണ് അത്ര ഗൗരവത്തോടെ എടുത്തില്ല. അതിനുശേഷം ആളുകൾ മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹോസ്പിറ്റലുകാര് അതിനെ ഗൗരവത്തോടെ എടുക്കാനായിട്ട് തുടങ്ങിയത്. അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ കോവിഡ് എന്ന് പറഞ്ഞത് വൈറസ് ആണോ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ വരുമ്പോ എത്ര നാളിൽ നിലനിൽക്കുന്നുണ്ട്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തു. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി അതിനുശേഷം ക്ലിനിക്കൽ മെഡിസിൻ അല്ലെ. ഇനി ഇത് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെഡിസിൻ ഉണ്ടാക്കണം അല്ലെ. മെഡിസിൻ ഉണ്ടാക്കി, അതാണ് കോവിഷീൽഡും കോവാക്സിനും. ഇനി ഇതെന്ത് ചെയ്തു? മെഡിസിൻ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ആളുകളിലേക്ക് അത് ഇൻജെക്ട് ചെയ്യണം, പരീക്ഷിക്കണം. ഇത് ഫലവത്താവോ എന്നുള്ളത് നമ്മൾ പരീക്ഷിക്കാനായിട്ട് തുടങ്ങി. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്, ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ആളുകളിലേക്ക് പരീക്ഷിക്കാനായിട്ട് തുടങ്ങി വാക്സിൻസ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ?
ഇനി ഇപ്പോ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ ആണ്. എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ അല്ലേ? ഓക്കെ, നോക്കിക്കോളൂ. ഫസ്റ്റ് എന്താണ്? ഔട്ട് പേഷ്യന്റ് സർവീസസ്. നിങ്ങൾക്കറിയാലോ എന്താണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റലിൽ വന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, മരുന്ന് വാങ്ങിപ്പോകുന്നു. അതാണ് ഫസ്റ്റ് ഫങ്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് സർവീസസ് നടത്തുന്നുണ്ട്. അതുപോലെ ഹോം കെയർ സർവീസ് അല്ലേ? ഹോം കെയറിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഹോം കെയർ സർവീസിന് വീട്ടിൽ ചെന്ന് ആളുകളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും നോക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ സർവീസുകൾ ചെയ്യുന്നു അല്ലെ? വെരി ഗുഡ്. പാലിയേറ്റീവ് കെയർ അല്ലേ? പാലിയേറ്റീവ് കെയർ ഒക്കെ എന്താണ്? ഹോം കെയറിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഹോം നേഴ്സ്. പാലിയേറ്റീവ് കെയർ ഒക്കെ പറയാം നമുക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് അവര് വന്ന് അല്ലെ, വണ്ടിയിൽ ആൾക്കാർ വരും, രോഗികളെ സന്ദർശിക്കും, അവർക്ക് വേണ്ട സർവീസ് കൊടുക്കും. ഓക്കെ, ഇനി മൊബൈൽ ക്ലിനിക്സ്. മൊബൈൽ ക്ലിനിക്സ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ്. ഇപ്പോ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങള്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ വികലാംഗര് അല്ലെങ്കിൽ കിടപ്പൊക്കെ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് എന്താണ്? ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഈ മൊബൈൽ ആപ്പ് വഴി അവരെന്ത് ചെയ്യും? ആ ലൊക്കേഷനിൽ പോയിട്ട് ലൊക്കേഷൻ എടുത്ത് അവരുടെ വീട്ടിലെത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ BP ചെക്ക് ചെയ്യുക, അതുപോലെ പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്ത്? മൊബൈൽ ക്ലിനിക്സ് എന്ന് പറയുന്നത്. മൊബൈൽ ആപ്പിലൂടെ ലൊക്കേഷൻ നോക്കിയിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ അടുത്ത് ചെന്ന് അവർക്ക് വേണ്ട സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി എന്താണ്? ഡേ കെയർ സെന്റർ അല്ലെ? ഡേ കെയർ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊടുക്കുന്ന ചികിത്സ. ഇപ്പോ നമ്മള് തിമിരത്തിന്റെ ഓപ്പറേഷൻ ഒക്കെ എന്താണ്? ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്തു വരാം അല്ലെ? ഹോസ്പിറ്റലുകളിൽ നിന്ന് അല്ലെ? കാലത്ത് പോയി കഴിഞ്ഞാല് ഉച്ചയാകുമ്പോഴത്തേനും ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് എന്താണ്? മരുന്നുകളൊക്കെ വാങ്ങിച്ച് നമുക്ക് വീട്ടിലേക്ക് ഒരു ദിവസം കൊണ്ടാണ് അവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സർവീസും ഹോസ്പിറ്റലുകാര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണോ? തിമിരത്തിന്റെ ഓപ്പറേഷനൊക്കെ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാര്, അപ്പന്മാരെ അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാര് അങ്ങനെയല്ലേ? ഒരു ദിവസം കൊണ്ടല്ലേ നമുക്ക് ചെയ്തു വരാനായിട്ട് പറ്റൂലേ? ഓക്കെ, അതാണ് ഡേ കെയർ സെന്റർ എന്ന് പറയുന്നത്. എന്താണ്? നൈറ്റ് ഹോസ്പിറ്റൽസ്. എന്താണ്? നൈറ്റ് മാത്രം അത് ഓപ്പൺ ആകുള്ളൂ. എമർജൻസി സർവീസുകളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ എമർജൻസി സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. നൈറ്റ് മാത്രം ഓപ്പൺ ആവുന്ന ഹോസ്പിറ്റൽസ് ആണ് നൈറ്റ് ഹോസ്പിറ്റൽസ്. ഇനി എന്താണ്? മെഡിക്കൽ കെയർ ക്യാമ്പ്. അതറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്? പറ്റില്ലേ? നമ്മുടെ പ്ലേസിലൊക്കെ അല്ലെങ്കിൽ എന്താണ് റൂറൽ ഏരിയാസിലൊക്കെ മെഡിക്കൽ ക്യാമ്പുകൾ അല്ലെ? ഇപ്പൊ കണ്ണിന്റെ പരിശോധന, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യല്, പ്രഷർ ചെക്ക് ചെയ്യല് അല്ലെ? ഷുഗർ ചെക്ക് ചെയ്യല് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഹോസ്പിറ്റലുകാർ നടത്താറുണ്ട്. അതൊക്കെ എന്താണ്? മെഡിക്കൽ ക്യാമ്പ് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇൻട്രാമ്യൂറലിൽ വരുന്നത് ഏതൊക്കെയാണ്, അതുപോലെ എക്സ്ട്രാമ്യൂറലിൽ വരുന്നത് ഏതൊക്കെയാണ് ഒന്ന് പഠിച്ചു വെക്കാം. ഇനി ഏതാ ഡൗട്ട് വരുന്നത്? റിസർച്ച് ചോദിച്ചല്ലോ ഡൗട്ട്. ഒന്നുകൂടി റിസർച്ചിന്റെ കാര്യങ്ങൾ മിസ് പറഞ്ഞു തരാം. റിസർച്ച് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് എന്താണ്? ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ് അല്ലെ? ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. കൊറോണ നമ്മുടെ നാട്ടിൽ വന്നപ്പോ എന്താണ്? ആളുകൾ ഗൗരവത്തോടെ എടുത്തിരുന്നില്ല. ഹോസ്പിറ്റൽ ആയാലും ആളുകളായാലും അത് ഗൗരവത്തോടെ എടുത്തിരുന്നില്ല. അതിനുശേഷം ആളുകൾ മരിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഹോസ്പിറ്റലുകാര് അതിനെപ്പറ്റി അനലൈസ് ചെയ്യാനായിട്ട്, അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. കുറെ കാര്യങ്ങൾ അവർ പഠിക്കാനായിട്ട് തുടങ്ങി. എവിടെ നിന്നാണ് ഇത് വന്നത്? ഇത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ എത്ര നാള് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട്, അനലൈസ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. ഇനി എന്താണ്? ക്ലിനിക്കൽ മെഡിസിൻ അല്ലെ? ഇതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ പ്രിപ്പയർ ചെയ്തു. അതാണ് കോവാക്സിനും കോവിഷീൽഡും. ഇനി എന്ത് ചെയ്തു? ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ.
മരുന്നുണ്ടാക്കിയാൽ മാത്രം പോരാ, ഇത് ആളുകളിലേക്ക് പരീക്ഷിക്കണം അല്ലെ. ഫലവത്താവോ, നമ്മളെ ഇൻജക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗുഡ് റെസ്പോൺസ് ഉണ്ടാവോ എന്നറിയാൻ വേണ്ടിയിട്ട് ആളുകളിലേക്ക് അത് പരീക്ഷിച്ചു. അതാണ് ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഇത്രയും വരെ എടുത്തതില്? ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വരണം. ഓക്കെ, താങ്ക് യു.